ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം മുഴുവനായിട്ടും വെള്ളം ചേർത്ത് കൊടുക്കുക. പാൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഈസ്റ്റും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി അലിയുന്ന വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഈ ഒരു ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ആദ്യം 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി പിന്നീട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ നമ്മുടെ പൊടിയുടെ അളവിൽ മാറ്റം വരും. അപ്പോൾ അത് കുറച്ച് ലൂസായത് കാരണം ഞാനൊരു 1/2 കപ്പ് കൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദപ്പൊടി എത്ര വേണമെന്ന് നമുക്കത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ടൈറ്റിലാണ് ഈ ഒരു മാവ് വേണ്ടത്. ഒരുപാട് ടൈറ്റായി പോകാനും പാടില്ല. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഇതുപോലെ പൊടിയും ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് പൊടിയാക്കി കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് പൊടി ഇട്ടിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടി തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ ഈ ഒരു ബോൾ ഒന്നായിട്ട് തന്നെ ഒരുമിച്ചാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കട്ടി തന്നെ വേണം കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോഴാണിത് തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ മുഴുവനായിട്ടും സർക്കിൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് അതും ഇതുപോലെ തന്നെ പരത്തി എടുത്തിട്ടുണ്ടും റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഒരു ബാച്ച് ഞാനിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം തന്നെ ഒന്ന് കുക്ക് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് നമ്മളിത് കുക്കായി വരുന്ന സമയത്ത് ഒരല്പം ഓയിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓയിലൊന്നും ഇല്ലാതെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. എണ്ണയിൽ മുക്കി പൊരിച്ചിട്ട് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്നില്ല, ഇതുപോലെ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗവും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു അല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അല്പം ഓയിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് നമുക്ക് കുക്കായി കിട്ടാൻ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുത്താലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ബണ്ണ് പോലെ നന്നായിട്ട് പൊങ്ങി തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിവിടെ സൈഡൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ബണ്ണൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കാം. ഇതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതുള്ളത്. ഇനി നമുക്കിതുപോലെ ഇത് കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ ചോക്ലേറ്റ് ഡിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ന്യൂട്ടലൊക്കെ ചേർത്തിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ചോക്ലേറ്റൊക്കെ ഫില്ല് ചെയ്ത് കഴിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്